ആദ്യഘട്ടത്തിൽ പ്രചരണത്തിലടക്കം ഏറെ മുന്നോട്ട് പോയ ബി.ജെ.പിക്ക് തിരിച്ചടിയായി ചില ഘടകങ്ങൾ ഇന്നും പരിഹരിക്കാതെ കിടക്കുന്നുണ്ട്. രാജ്യം ബൂത്തിലേക്ക് നീങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ ഘടകങ്ങൾ ഏത് രീതിയിൽ മറികടക്കുമെന്ന് ബി.ജെ.പിക്ക് കൃത്യമായ ധാരണകൾ ഇല്ല എന്നതാണ് സത്യം. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ പുരോഗതിയിലാണെന്ന് പലപ്പോഴും ബി.ജെ.പി നേതാക്കൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ 10 വർഷം മുമ്പ് ബി.ജെ.പി അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് വാഗ്ദാനം ചെയ്ത അതേ അളവിൽ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നതും ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട്. ഇതിനേക്കാൾ മുന്നോട്ട് നിൽക്കുന്ന പ്രശ്നം തൊഴിലില്ലായ്മയാണ്. ഇന്ത്യയിൽ യുവാക്കളിൽ തൊഴിലില്ലായ്മ രൂക്ഷമായി കൊണ്ടിരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുന്നത്. നോട്ട് നിരോധനം മുതൽ ഇന്ത്യയിലെ വൻകിട വ്യവസായ കമ്പനികളുടെ ആഭ്യന്തര വിദേശ മത്സരങ്ങളിൽ നിന്നും സംരക്ഷിച്ചു നിർത്തുന്ന നയം വരെ തൊഴിലില്ലായ്മയെ ബാധിച്ചതായി കോൺവെർസേഷൻ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏകദേശം 20 കോടി യുവാക്കളാണ് രാജ്യത്ത് അവരുടെ യോഗ്യതക്കനുസരിച്ചുള്ള തൊഴിൽ ചെയ്യാൻ സാധിക്കാതെ മാറി നിൽക്കുന്നത്. ഈ യുവാക്കൾ കൂട്ടത്തോടെ കേന്ദ്ര സർക്കാരിനെതിരെ തിരിഞ്ഞാൽ ബി.ജെ.പി കുടുങ്ങുമെന്നത് ഉറപ്പാണ്. നേരത്തെ പറഞ്ഞ ബി.ജെ.പിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളിൽ പ്രധാനമാണിത്. അതേസമയം തീവ്ര ഹിന്ദുത്വം ആളിക്കത്തിക്കാനുള്ള ബി.ജെ.പിയുടെ ശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയിച്ചത് അനുകൂല ഘടകമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ആരാധനാലയങ്ങൾ, വിശ്വാസാധിഷ്ഠിത വിവാഹമോചനം, കുട്ടികളുടെ സംരക്ഷണ നിയമങ്ങൾ, മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായ ജമ്മു കാശ്മീർ സ്വയംഭരണാവകാശം എന്നിവ ഉൾപ്പെടെ മതന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന പ്രത്യേക സംരക്ഷണമായി അവർ കരുതുന്നവ അവസാനിപ്പിക്കാൻ പതിറ്റാണ്ടുകളായി നടത്തുന്ന പ്രചരണം ഏറെക്കുറെ ഫലം കണ്ടിരിക്കുകയാണ്. ഘട്ടം ഘട്ടമായി കഴിഞ്ഞ ദശകത്തിൽ ഹിന്ദു ദേശീയതയുടെ അടിത്തറ പാകാൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ടുണ്ട്. 2019 ജമ്മുവിലെ കേന്ദ്രത്തിന്റെ പരിമിത അവകാശങ്ങൾ വിശാലമാക്കുവാനായി ആർട്ടിക്കിൾ 370 റദ്ദാക്കലും ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റിയെടുത്ത് അയോധ്യ ക്ഷേത്രത്തിന്റെ നിർമ്മാണവും ഇതിന്റെ ആക്കം കൂട്ടിയിരുന്നു. തൊട്ടു പിന്നാലെയാണ് മുസ്ലിം ഇതര വിഭാഗത്തിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകുന്നതിനുള്ള പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുത്തിയത്. ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന തത്വത്തെ പോലും തിരുത്തി കുറിക്കാവുന്ന യൂണിഫോം സിവിൽ കോഡും ഉടനടി നടപ്പിലാകുമെന്നതാണ് ലഭിക്കുന്ന സൂചനകൾ. തൊഴിലില്ലായ്മയെ മറികടക്കാൻ ഇത്തരം ന്യൂനപക്ഷങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടുകളാണ് മറുമരുന്നായി ബി.ജെ.പി ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നത്.